എനിക്കിനി എന്തു വേണം? വേണ്ടതെല്ലാമുണ്ട്. എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത്? ജീവിതത്തിൽ പണവും പ്രശസ്തിയും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. എന്നാൽ ഈ സന്തോഷവും സുഖവുമെല്ലാം ഇല്ലാതാകാൻ ഒരു നിമിഷം നേരം മതിയെന്ന് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? പല പ്രശസ്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളും ദുരന്തങ്ങളും പരിശോധിക്കുന്നത് നല്ലതാണ്. റാപ്പർ വേടനെതിരായ കേസുകൾ, തമിഴ് നടൻ ജയം രവിയുടെ കുടുംബജീവിതത്തിലുണ്ടായ തകർച്ച, ദുൽഖർ സൽമാൻ്റെ ആഡംബര വാഹനം പിടികൂടിയ സംഭവം, ചെറിയ വിവാദങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ വിഷയങ്ങളിലേക്ക് പോകും മുൻപ് കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച കേസിലേക്കാണ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലും സോനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നം കണ്ടവർ, ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന യുവദമ്പതികൾ. ഇങ്ങനെ ഇവരെക്കുറിച്ച് പറയാൻ കുറേ നല്ല കഥകളുണ്ട്. എന്നാൽ കഴിഞ്ഞ രാത്രി കേട്ടത് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ സോന മരിച്ച സംഭവം നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. പേരാമ്പ്രയിലെ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പൊള്ളലേറ്റ രജിൻ ലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. പേരാമ്പ്ര കല്ലോട് ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്നു രജിൻ ലാലും ഭാര്യ സോനയും. കക്കറമുക്കിലെത്തിയപ്പോൾ കാറിൽ നിന്ന് പെട്ടെന്ന് തീയും പുകയും ഉയർന്നു. കാർ നിർത്തി രജിൻ ലാൽ പുറത്തേക്ക് ചാടിയെങ്കിലും അപ്പോഴേക്കും ദേഹത്തേക്ക് തീ പടർന്നിരുന്നു. 6 മാസം ഗർഭിണിയായ സോന ഈ സമയം കാറിന്റെ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. തീ ആളിപ്പടരുന്ന കാറിനുള്ളിൽ സോനയുണ്ടെന്ന് ഓടിയെത്തിയ നാട്ടുകാർ ആദ്യം അറിഞ്ഞില്ല. അല്പസമയത്തിനകം വലിയ ശബ്ദത്തിൽ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് സ്ഥലത്തെത്തിയവർ പറയുന്നു. വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. തീ കാറിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാർ എല്ലാവരും ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹം പുറത്തെടുത്ത് എന്നതിന് ശേഷമാണ് ഫയർഫോഴ്സ് എല്ലാം വന്നത്. ഭർത്താവായിരുന്നു വാഹനം ഓടിച്ചത്. ഭാര്യ പിൻസീറ്റിൽ കിടന്നതുകൊണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന എനിക്കത് കാണാതെ ആയത്. ഇത് ഭയങ്കര സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. അതെന്തെന്നുള്ള കാര്യം ഫോറൻസിക്കാർ കണ്ടുപിടിക്കാൻ വേണം, എങ്ങനെയാ ഇത് പൊട്ടിയെന്നുള്ളതാണ്. ഗുരുതരമായി പൊള്ളലേറ്റ രജിൻ ലാലിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം 1 വർഷം മുൻപാണ് രജിൻ ലാലും സോനയും വിവാഹം ചെയ്തത്. ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കെയാണ് നനയ്ക്കാത്ത നേരത്തുള്ള ദുരന്തം. സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിഭാഗം തെളിവുകൾ ശേഖരിച്ചു. കാറിന്റെ ഇന്ധന ടാങ്കിന് നാശനഷ്ടം ഉണ്ടായിട്ടില്ല. AC വാതക ചോർച്ചയില്ലെന്നും സ്ഥിരീകരിച്ചു. എഞ്ചിൻ ഭാഗത്തും തീ പടർന്നിട്ടില്ല. ടാങ്കിൽ നിന്നും പെട്രോൾ ചോരുകയും ഈ സമയം ഷോർട്ട് സർക്യൂട്ടിലൂടെ തീ പിടിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാലേ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. പുലിപ്പല്ല് കേസിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചതോടെ കേസിൽ ഇനി നിയമക്കുരുക്ക് മുറുകും. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചത്. 3 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ വേടനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. 2022 ചെന്നൈയിൽ നടന്ന റാപ്പ് ഷോയ്ക്കിടെ രഞ്ജിത്ത് കുമ്പിടി എന്ന ശ്രീലങ്കൻ വംശജനാണ് തനിക്ക് മാല സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ ഇയാളെ പിടികൂടാൻ വനംവകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ദിവസം മുൻപാണ് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടന്ന പരിശോധനയുടെ ഫലം പുറത്തു വന്നത്. വേടൻ കഴുത്തിലണിഞ്ഞ മാലയിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെ. വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് വ്യക്തമായിരുന്നു. ശാസ്ത്രീയമായ ഉറപ്പിനാണ് ലാബിലേക്ക് അയച്ചത്.
വന്യജീവി നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് വേടനടക്കം 6 പേർ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത്. വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നടന്ന ലഹരി പരിശോധനയ്ക്കിടെയാണ് പുലിപ്പല്ല് മാലയും കണ്ടെത്തിയത്. പോലീസ് ഇക്കാര്യം വനം വകുപ്പിനെ അറിയിച്ചു. കോടനാട് നിന്നുള്ള വനം വകുപ്പ് സംഘം വീട്ടിലെത്തി മാല പിടിച്ചെടുത്തു. വേടനെതിരെ കേസും ചുമത്തി. 2022 ചെന്നൈയിൽ നടന്ന റാപ്പ് ഷോയ്ക്കിടെ രജിത് കുമ്പടി എന്ന ശ്രീലങ്കൻ വംശജനാണ് തനിക്ക് മാല സമ്മാനിച്ചതെന്നായിരുന്നു വേടന്റെ മൊഴി. രഞ്ജിത്തുമായി സമൂഹമാധ്യമം വഴിയാണ് വേടൻ പരിചയപ്പെട്ടത്. കർശന വ്യവസ്ഥകളോടെ പിന്നീട് വേടൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. 1 വർഷത്തിനിപ്പുറം പുറത്തുവന്ന ശാസ്ത്രീയ പരിശോധനയിൽ പുലിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇത് കൈമാറിയ രജിത് കുമ്പിടിയെ പിടികൂടാൻ വനം വകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇയാൾ UK-യിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയെന്നാണ് വിവരം. ലാബിലെ പരിശോധനാ ഫലം ലഭിക്കാനായി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച വനം വകുപ്പ് ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങളും തെളിവുകളും മുൻനിർത്തി വേടനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ന്യൂസ് 18 കൊച്ചി. പണവും പ്രശസ്തിയും ഉന്നത ബന്ധങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് പ്രയോജനമല്ലേ? സെലിബ്രിറ്റി പരിവേഷത്തിലെത്തുമ്പോൾ പലരും പല മൂല്യങ്ങളും മറന്നുപോകുകയാണ്. ഒടുവിൽ കുടുംബജീവിതം തകരുമ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. തമിഴ് നടൻ ജയൻ രവിയുടെ അനുഭവം തന്നെ ഒന്ന് പരിശോധിക്കാം. ഒട്ടേറെ സിനിമകളും പുരസ്കാരങ്ങളും പണവുമൊക്കെ കയ്യിൽ വന്നപ്പോൾ കുടുംബം തകർന്നു. ഏറെ സ്നേഹിക്കുന്ന മക്കൾ പോലും അകന്നു. ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഭാര്യ ആർത്തിയുമായുള്ള വിവാഹമോചന നടപടികൾ പൂർത്തിയാകുന്നതുവരെ സിനിമയിൽ ഇനി അഭിനയിക്കില്ലെന്നാണ് താരം പറയുന്നത്. മക്കളെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും മാനസികമായി താൻ തകർന്നു പോയെന്നും വ്യക്തമാക്കിയ ജയൻ രവി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായ സൂചനകളും നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ നടത്തിയ അടിയന്തര വാർത്താ സമ്മേളനത്തിലായിരുന്നു താരത്തിന്റെ വൈകാരിക പ്രതികരണം. വാർത്താ സമ്മേളനത്തിൽ അതീവ ദുഃഖിതനായി കാണപ്പെട്ട രവി മോഹൻ തന്റെ വ്യക്തിജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞു. വിവാഹമോചന നടപടികൾ പൂർത്തിയാകും വരെ അഭിനയിക്കില്ല. കടുത്ത അപമാനം സഹിച്ചാണ് താൻ ഭാര്യ ആർത്തിക്കൊപ്പം ജീവിച്ചതെന്നും രവി മോഹൻ വ്യക്തമാക്കി. വർഷങ്ങളായി തന്നെ ഒരു അടിമയെപ്പോലെയാണ് കണക്കാക്കിയിരുന്നത്. സഹിക്കാവുന്നതിന്റെ അപ്പുറമായി ഇത്രയും ദിവസം ഒന്നും പറയാതെ ഇരുന്നു. ആളുകൾ കരുതുന്നത് ജയൻ രവി എന്ന രവി മോഹൻ സോഫ്റ്റായ മനുഷ്യനാണെന്നാണ്. താൻ അങ്ങനെയായിരുന്നു, എന്നാൽ ഇനി അങ്ങനെ ஆயிருக்கிല്ലെന്നും രവി മോഹൻ പറയുന്നു. சாரிங்க, நான் நடிக்க மாட்டேன். ஸ்க்ரீனில் எப்போ என் படம் வரும் எனக்கே தெரியாது. உங்கள் எல்லாரையும் சாரி சொல்லிக்கிறேன். தயவு செஞ்சு வேண்டி கேட்டுக்கிறேன், என்னோட இந்த டெசிஷனை அப்படியே விட்டுருங்க. என்னால் வேலை செய்ய முடியல. நான் என் பர்சனல் லைஃப்பை க்ளீன் பண்ணிட்டு எனக்கு என்ன இமேஜ் இருந்ததோ அதை நான் காப்பாற்றிக்கிட்டு நான் கண்டிப்பாக திரும்பி வருவேன். அது கடவுள் கையில் இருக்கு. രവി മോഹനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന സൂചന നൽകി സുഹൃത്തും തെറാപ്പിസ്റ്റുമായ കെനീഷ ഫ്രാൻസിസ് വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടൻ വാർത്താ സമ്മേളനം വിളിച്ചത്. ആർത്തിക്കും കുടുംബത്തിനും വേണ്ടത് തന്റെ ജീവനാണ്. ആത്മഹത്യയെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചു തുടങ്ങിയെന്ന് തൊണ്ടയിടറിക്കൊണ്ട് രവി മോഹൻ വെളിപ്പെടുത്തി. പക്ഷേ തന്നോട് ചെയ്തവർക്കുള്ളത് കൊടുത്തിട്ടേ താൻ പോകൂ. ഈ വിവാഹബന്ധം വേണ്ടെന്ന് മാതാപിതാക്കൾ കാലുപിടിച്ച് പറഞ്ഞതാണ്. എന്നാൽ അന്നവർ പറഞ്ഞത് കേട്ടില്ല. കുട്ടികളെപ്പോലും കാണാൻ സമ്മതിക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ വലിയ അന്യായമാണ് നടന്നത്. പറയാൻ പോലും കഴിയാത്ത രീതിയിൽ അന്യായങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും കാലം സമ്പാദിച്ചിട്ടും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തനിക്കെതിരെ കുറെ കേസുകളുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം സ്വയം മുറിവേൽപ്പിച്ച കൈയും വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി. കെനീഷയ്ക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ്. കുടുംബങ്ങൾ തകർത്ത ശേഷം പൊതുവേദികളിൽ ഫെമിനിസം പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യമെന്നും തമിഴിലെ ഒരു നടിയുടെ പേര് പറയാതെ രവി മോഹൻ വിമർശിച്ചു. നടന്റെ വെളിപ്പെടുത്തൽ തമിഴ് സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ചെന്നൈ. ജീവിതത്തിൽ മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്നവർ, പെട്ടെന്ന് പ്രകോപിതരാകുന്നവർ, നിസ്സാര കാര്യത്തിന് പോലും ദേഷ്യപ്പെടുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. പിന്നീട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സിൻ്റെ സൈഡ് ഗ്ലാസ് തകർത്ത ഒരു യുവതി പെട്ടെന്നുള്ള ദേഷ്യത്തിന് പ്രകോപിതയായതാണ്. ആ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ
മലപ്പുറം സ്വദേശിനി മുംതാസിന് നേരെ ഇപ്പോൾ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. തെറ്റേറ്റു പറഞ്ഞ് പിഴയടച്ചതാണെന്നും എന്നിട്ടും വീണ്ടും ആ സംഭവമുയർത്തി സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും യുവതി ആരോപിക്കുന്നു. സൈബർ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് മുംതാസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്തണമെന്ന ആവശ്യം ഡ്രൈവർ നിരാകരിച്ചതോടെ KSRTC സൂപ്പർഫാസ്റ്റ് ബസിന്റെ ചില്ല് യുവതി അടിച്ചുപൊട്ടിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. മിം സ്റ്റോപ്പിൽ നിർത്തണം എന്നായിരുന്നു യുവതിയുടെ ആവശ്യം. അവിടെ സ്റ്റോപ്പില്ലാത്തതിനാൽ ബസ് മുന്നോട്ട് പോയതോടെ യുവതി പ്രകോപിതയായി ചില്ല് തകർക്കുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തന്റെ ഭാഗത്തുണ്ടായ തെറ്റിന് KSRTC ജീവനക്കാരോട് മാപ്പ് പറഞ്ഞതാണെന്നും നാശനഷ്ടത്തിനുള്ള പിഴ ഒടുക്കിയിട്ടുണ്ടെന്നും യാത്രക്കാരിയായ മുംതാസ് പറഞ്ഞു. ഒരിക്കലും ആ സംഭവത്തെ ന്യായീകരിക്കുകയല്ല. ആ സമയത്ത് പാനിക്കായപ്പോൾ പറ്റിപ്പോയ അബദ്ധമാണ്. അടിയന്തര സാഹചര്യത്തിലാണ് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടത്. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നതായും യുവതി പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അത് ആരോ ഒരു പേജിൽ പ്രൈവറ്റ് ബസിന്റെ പേജിൽ അതിട്ട് വൈറലായി ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാവരും അത് എടുത്തിട്ട് ഇപ്പം സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് ഇനിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് ഫസ്റ്റ് ഇട്ടിട്ടുള്ള പേജിൽ എൻ്റെ കൺസെന്റ് വിത്തൗട്ട് കൺസെന്റ് ഇത് ഇട്ടിട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളെ വ്യക്തിഹത്യ മാനഹാനി ചെയ്യാനോ ഏതൊരാൾക്കും ഇവിടെ റൈറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സംഭവത്തിൽ യുവതിയിൽ നിന്ന് KSRTC അധികൃതർ 25,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. അതിനിടെ ബസിന്റെ ചില്ല് തകർത്തത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ ഭാര്യയാണെന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടായി. മുസ്ലിം ലീഗും BJPയുമാണ് നുണ പ്രചരിപ്പിച്ചതെന്ന് വസീഫ് ആരോപിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം വളാഞ്ചേരി മേഖലയിൽ ലഹരി കൊട്ടേഷൻ മാഫിയകൾ പിടിമുറുക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ലഹരി ഇടപാടുകൾ ചോദ്യം ചെയ്താലോ പോലീസിനെ അറിയിച്ചാലോ ഭീഷണിയും ആക്രമണവും. വളാഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ലഹരി സംഘം ആക്രമിച്ചത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. ഭിന്നശേഷിക്കാരനായ യാസർ അറാഫത്ത് സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് യുവാക്കൾ പരാക്രമം കാട്ടിയത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് യുവാവിൻ്റെ തീരുമാനം. വെള്ളിയാഴ്ച രാത്രി 11:30 വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ പരാഗ് ഷോപ്പിന് സമീപം ഇടുങ്ങിയ ഭാഗത്തുകൂടി യാസർ അർഫാത്ത് കാർ ഓടിച്ചു പോകുമ്പോഴാണ് സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 2 യുവാക്കളോട് യാസർ വഴിമാറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വഴിമാറാൻ തയ്യാറാകാതിരുന്ന യുവാക്കൾ റോഡിൽ വെച്ച് അക്രമാസക്തരാവുകയായിരുന്നു. തുടർന്ന് കാറിന് മുന്നിലേക്ക് കയറി നിന്ന് ഭീഷണിപ്പെടുത്തിയ യുവാക്കളുടെ അടുത്തുനിന്നും വണ്ടി റിവേഴ്സ് എടുത്തു മാറ്റാൻ ശ്രമിച്ചു. ഈ സമയം അക്രമികളിലൊരാൾ കാറിന്റെ ഇടതുവശത്തെ ഡോറിലേക്ക് ഇടിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതായാണ് പരാതി. രണ്ടാമത്തെയാൾ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് താക്കോൽ ബലമായി ഊരിയെടുക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് അക്രമികളിൽ നിന്നും യാസറിനെ രക്ഷപ്പെടുത്തിയത്. ഭയന്നുപോയ യാസറിനെ ഓട്ടോ തൊഴിലാളികൾ തന്നെയാണ് പിന്നീട് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചത്. സംഭവം അറിഞ്ഞ് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് സ്പെയർ കീ ഉപയോഗിച്ചാണ് യാസറിന്റെ വാഹനം വീട്ടിലേക്ക് മാറ്റിയത്.
വളാഞ്ചേരി മേഖലയിൽ വലിയ രീതിയിൽ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞെന്നും കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും യാസർ പറയുന്നു. തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ ലഹരി സംഘത്തിനെതിരെ ശക്തമായ കേസുമായി മുന്നോട്ടു പോകാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. വളാഞ്ചേരി മേഖലയിൽ വലിയ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ കേസുകളിലൊക്കെ പ്രതിയായ ആളുകൾ വരെ പിന്നെ എങ്ങനെയാണ് അക്രമകാരികളാവുന്നത്? സഞ്ചാര സ്വാതന്ത്ര്യം പോലും വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും നടന്നു പോകുന്ന പിന്നെ കുട്ടികളുടെയൊക്കെ നേരെ വരുന്നുണ്ട്. അപ്പോൾ പകലാവണം രാത്രിയാണെന്നും വ്യത്യാസമില്ല. എനിക്ക് രാത്രി ഉണ്ടായ അനുഭവം പകൽ പല ആളുകൾക്കുണ്ട്, പുറത്ത് പറയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുറ്റിപ്പുറം ഹോസ്പിറ്റൽ ഡോക്ടറെ ഇൻറ്റിമേഷൻ കൊടുത്തു. ഇന്ന് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തിരക്ക് കാരണം നാളെ രാവിലെ സിഐനെ വിളിച്ചിരുന്നു. നാളെ ഞാൻ രാവിലെ വളാഞ്ചേരി പോലും മറ്റേ സർക്കിളിൻ്റെ മുമ്പാകെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ എല്ലാ മൊഴി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ അതുമായി മുന്നോട്ട് പോകാൻ. വളാഞ്ചേരിയിൽ സമാനമായ പല കേസുകളിലും ഉൾപ്പെട്ട പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ടെന്നും ഇതിന് കടിഞ്ഞാണിടേണ്ടത് നിയമ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 തിരൂർ. ലഹരി മാഫിയയും മദ്യപ സംഘങ്ങളെയും പേടിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ, അക്രമങ്ങൾ അഴിച്ചുവിടുന്നവർ, ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ മദ്യപ സംഘം നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുളത്തൂർ ഇൻഫോസിസ് ക്യാമ്പസിന് സമീപമുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരെയാണ് കാറിലെത്തിയ മദ്യപ സംഘം ആക്രമിച്ചത്. പമ്പുടമ തുമ്പ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. കാറിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. പമ്പ് ജീവനക്കാരനായ ഉണ്ണി, രാജീവൻ എന്നിവർക്ക് മർദ്ദനമേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാറിലെത്തിയവർ ആദ്യം 210 രൂപയ്ക്കും പിന്നീട് 110 രൂപയ്ക്കും പെട്രോൾ അടിച്ചു. പണം നൽകേണ്ട സമയമായപ്പോൾ പെട്രോൾ അടിച്ച തുകയെ സംബന്ധിച്ച് കാറിലുണ്ടായിരുന്നവർ തമ്മിൽ തർക്കമായി. തുടർന്ന് പെട്രോൾ അടിച്ച ഉണ്ണിയോട് എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചതെന്ന് ചോദിച്ചു. മറുപടിയിൽ തൃപ്തരാകാത്ത സംഘം പമ്പ് ജീവനക്കാരനെ തെറിവിളിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ ഒരാൾ കാറിൽ നിന്നിറങ്ങി ഉണ്ണിയെ മർദ്ദിച്ചു. മർദ്ദനത്തിനിടെ അക്രമിയുടെ മുഖത്തേക്ക് പെട്രോൾ വീണു. ഇതോടെ രണ്ടാമനും കാറിൽ നിന്നിറങ്ങി ഇയാളെ മർദ്ദിച്ചതായാണ് പരാതി. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരനായ രാജീവൻ അക്രമികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളെയും മർദ്ദിച്ചത്. പമ്പുടമ തുമ്പ പോലീസിൽ പരാതി നൽകി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കഴക്കൂട്ടം. ഡാർലിംഗ്, ഞാൻ നിനക്ക് വേണ്ടി ചോദ്യപേപ്പറുകൾ ചോർത്തിയിട്ടുണ്ട്. എപ്പോഴാണ് നീ എന്നെ കാണാൻ വരുന്നത്? പരീക്ഷയ്ക്ക് മുൻപ് വീട്ടിൽ നിന്ന് വരണം. നിനക്ക് പേപ്പറുകൾ കോളേജിൽ വെച്ച് തരാം. നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കേസിൽ അറസ്റ്റിലായ ലക്നൗ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പരംജിത് സിംഗിൻ്റെ ഫോൺ സംഭാഷണമാണിത്. ചോർത്തിയ പരീക്ഷാ പേപ്പറുകളുടെ പേരിൽ പരംജിത്ത് തന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിദ്യാർത്ഥിനി സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. അതിനിടെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ CBI അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 9 ആയിട്ടുണ്ട്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർത്ത് നൽകാമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. 2 പേപ്പറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും തന്നെ കാണാൻ എപ്പോൾ വരുമെന്നും ലക്നൗ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പരംജിത് സിംഗ് വിദ്യാർത്ഥിനിയോട് ചോദിക്കുന്നുണ്ട്.
എന്നാൽ ചോദ്യപേപ്പർ തനിക്ക് വേണ്ടെന്നാണ് വിദ്യാർത്ഥിനി ഇതിന് നൽകിയ മറുപടി. ചോർത്തിയ ചോദ്യപേപ്പറുകളുടെ പേരിൽ തന്നെ പരംജിത്ത് നിരന്തരം ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി BSc സുവോളജി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ഫോൺ സംഭാഷണം സർവകലാശാല അധികൃതർക്ക് നൽകിയത്. അമ്മയുടെ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായിരുന്നപ്പോൾ പരംജിത്ത് തന്നെ നിരന്തരം വിളിക്കുകയും കോളേജിലെത്താൻ നിർബന്ധിക്കുകയും ചെയ്തെന്നും വിദ്യാർത്ഥിനി ആരോപിച്ചു. ഫോൺ സംഭാഷണത്തിന്റെ രേഖ സർവകലാശാല പോലീസിന് കൈമാറി. പിന്നാലെ പരംജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപികയും അറസ്റ്റിലായി. പൂനെയിൽ അധ്യാപികയായ മനീഷയെ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് CBI അറസ്റ്റ് ചെയ്തത്. ഇതോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 9 നീറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കാനും പരീക്ഷ നടത്തിപ്പിനുമായി NTA രൂപീകരിച്ച വിദഗ്ധരുടെ സമിതിയിൽ ഇവരും അംഗമായിരുന്നു. ഈ അവസരം ഉപയോഗിച്ചാണ് പ്രതി ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് വിവരം. നീറ്റ് പരീക്ഷയിലെ ബോട്ടണി, സുവോളജി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം മനീഷയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നതായാണ് സൂചന. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ലാത്തൂരിലെ കെമിസ്ട്രി പ്രൊഫസറായ PV കുൽക്കർണിയെയും കഴിഞ്ഞ ദിവസം CBI അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളും സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർത്തി നൽകിയതായാണ് CBI അന്വേഷണത്തിലെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് ആഡംബര വാഹനങ്ങൾ കടത്തിയെന്ന കേസിൽ നടൻ ദുൽഖർ സൽമാൻ കസ്റ്റംസിന്റെ ചോദ്യമുനയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത നിസാൻ പട്രോൾ ദുൽഖർ നിയമവിരുദ്ധമായാണ് കൈവശം വെച്ചതെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ താരത്തിൽ നിന്നും കസ്റ്റംസ് വിശദീകരണം തേടും. ദുൽഖറിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത നിസാൻ പട്രോൾ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നോട്ടീസ് അയക്കുക. നികുതി വെട്ടിക്കാൻ സിനിമാ മേഖലയിലെയും കാർ ഡീലിംഗ് രംഗത്തെയും പ്രമുഖർ രാജ്യാന്തര വാഹനക്കടത്ത് മാഫിയയെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നതാണ് പ്രധാനമായും കസ്റ്റംസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 7 അത്യാധുനിക SUV പിടിച്ചെടുത്തത്. ഈ റെയ്ഡിൽ നടൻ ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഫീച്ചർ ചെയ്ത വൻ വിലമതിപ്പുള്ള നിസാൻ പട്രോൾ SUVയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനം ഭൂട്ടാൻ, നേപ്പാൾ അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നതാണെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസിന്റെ നടപടി. ഭൂട്ടാനിൽ നിന്നും വൻതോതിൽ നികുതി വെട്ടിച്ചാണ് ഈ വാഹനം ഇന്ത്യയിൽ എത്തിച്ചതെന്നും ഇതിൽ ദുൽഖർ സൽമാൻ നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുകയായിരുന്നുവെന്നുമാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ഈ വാഹനം ഭൂട്ടാനിൽ നിന്നും ആര് വഴിയാണ് കൊച്ചിയിൽ എത്തിച്ചതെന്നും സിനിമയ്ക്കായി ഇത് വാടകയ്ക്ക് എടുത്താണോ അതോ മറിച്ചു വിൽക്കാൻ കൊണ്ടുവന്നതാണോ എന്നതിനെക്കുറിച്ചും കസ്റ്റംസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഭൂട്ടാൻ വഴി നടന്ന ഈ നികുതി വെട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനായ വിശ്വദീപ് ദാസ് കോഴിക്കോട്ടെ റോഡ്വേ കാർസ് എന്ന ആഡംബര കാർ വിൽപ്പന സ്ഥാപനത്തിന് വിറ്റ 7 വാഹനങ്ങൾ കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉടമ സെയിൻ മാർവയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ കേസിന്റെ തുടക്കത്തിൽ ദുൽഖർ സൽമാൻ, നടൻ അമിത് ചക്കാലക്കൽ എന്നിവരുടെ ആഡംബര വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ദുൽഖറിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ, നിസാൻ പട്രോൾ എന്നീ 3 വാഹനങ്ങളാണ് അന്ന് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ഡിഫൻഡർ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് പുതിയ നിസാൻ പട്രോൾ വാഹനം കൂടി കളമശ്ശേരിയിൽ നിന്നും പിടികൂടിയത്. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആഡംബര കാറുകൾ ഇന്ത്യയിലെത്തിച്ച് സിനിമാ താരങ്ങൾക്കും പ്രമുഖ വ്യവസായികൾക്കും മറിച്ചു വിൽക്കുന്ന വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് രാജ്യവ്യാപകമായി ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ പരിശോധന ശക്തമാക്കിയത്.
കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ വലിയ തുക വെട്ടിക്കാൻ സിനിമാ മേഖലയിലെയും കാർ ഡീലിംഗ് രംഗത്തെയും പ്രമുഖർ ഈ അന്താരാഷ്ട്ര മാഫിയയെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ന്യൂസ് 18 കൊച്ചി. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവദാന തട്ടിപ്പ് കേസിൽ പല ഉന്നതരും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. വ്യാജരേഖ ചമയ്ക്കാൻ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ പോലീസുകാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ മുഖ്യപ്രതി നജീബിനെയും സംഘത്തെയും സഹായിച്ചിരുന്നതായി തെളിവുകൾ ലഭിച്ചു. നജീബിന്റെ ഡയറി പരിശോധിച്ചിരുന്നെന്നാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. വരും ദിവസം ഇവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നജീബിന്റെ പ്രധാന സഹായികളായിരുന്ന ആലപ്പുഴ സ്വദേശികളും സഹോദരങ്ങളുമായ രാജേഷിനും രമേഷിനുമായുള്ള അന്വേഷണം തുടരുകയാണ്. കാസർഗോഡ് സ്വദേശിയായ നജീബ് കല്ലണ്ട്ര കഴിഞ്ഞ 3 വർഷമായി അവയവ മാഫിയയുടെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇയാളെ പോലീസിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉന്നതരും ഡോക്ടർമാരും അടക്കമുള്ളവരും സഹായിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. നജീബിന്റെ ഫ്ളാറ്റിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്ത ഡയറിയിൽ ഇവരുടെ പലരുടെയും പേരുകളുണ്ട്. ഒറ്റ ദിവസം കൊണ്ടാണ് രേഖകൾ ഏജന്റുമാർ ശരിയാക്കിയിരുന്നത്. ഇവരെല്ലാം വൻതുകകൾ പ്രതിഫലമായി കൈപ്പറ്റുകയും ചെയ്യും. ഈ ഓഫീസുകളിലും ശരിയാക്കാൻ പറ്റാത്ത രേഖകൾ നജീബിന്റെ നേതൃത്വത്തിൽ വ്യാജമായി ഉണ്ടാക്കും. രേഖകൾ ശരിയായാൽ വൈകാതെ ശസ്ത്രക്രിയയും നടക്കും. അവയവം ദാനം ചെയ്താൽ 15 ലക്ഷം രൂപയോളമാണ് മാഫിയ വാഗ്ദാനം ചെയ്തിരുന്നത്. സമ്മതം നൽകുന്നതിന് മുൻപ് തന്നെ 2 ലക്ഷം രൂപ വരെ മുൻകൂർ നൽകും. പണത്തിന് ആവശ്യമുള്ളവർ ഇതോടെ കുടുങ്ങും. പിന്നെ രേഖകൾ ശരിയാക്കലാണ്. 15 ലക്ഷം പ്രതിഫലം പറഞ്ഞാലും 6 ലക്ഷം വരെയൊക്കെ നൽകൂ. എതിർപ്പുയർന്നാൽ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അതുകൊണ്ട് പരാതി കൊടുക്കാൻ ആരും തയ്യാറാവുകയുമില്ല. നജീബിന്റെ കീഴിലായിരുന്നു പോലീസ് അന്വേഷിക്കുന്ന രാജേഷും രമേശും പ്രവർത്തിച്ചിരുന്നത്. 10 വർഷത്തിലേറെയായി രാജേഷിന് അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന സൂചനകളുണ്ട്. അരൂരിൽ സ്പാ നടത്തിയിരുന്ന തൊടുപുഴ സ്വദേശി ഡെബിൻ ജോസഫ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഈ സ്പാ അവയവ തട്ടിപ്പിന് മറയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സ്പായിലെത്തുന്നവരാണ് അവയവം ദാനം ചെയ്യാൻ സാധ്യതയുള്ളവരെക്കുറിച്ച് നടത്തിപ്പുകാർക്ക് വിവരം കൊടുക്കുന്നത്. കടബാധ്യതയുള്ളവരെയും പണത്തിന് പെട്ടെന്ന് ആവശ്യമുള്ളവരെയും ലഹരിക്ക് അടിമകളായവരെയുമൊക്കെയാണ് മാഫിയ ലക്ഷ്യം വെച്ചിരുന്നത്. ന്യൂസ് 18 കൊച്ചി. ചില മോഷ്ടാക്കൾ പോലീസിനെ വട്ടം കറക്കാറുണ്ട്. കവർച്ച നടത്തിയാലും അത്ര വേഗം പിടികൊടുക്കാറില്ല. തൃശൂർ പന്നിത്തടം സ്വദേശി കൃഷ്ണൻകുട്ടി ഇങ്ങനെ അതിവിദഗ്ധനായ മോഷ്ടാവാണ്. വാഹനങ്ങളുടെ പൂട്ട് പൊളിച്ച് അത് കടത്തിക്കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നിന്ന് ഇരുചക്ര വാഹനം മോഷ്ടിച്ച കേസിൽ 2 മാസത്തോളമാണ് കൃഷ്ണൻകുട്ടി പോലീസിന് പിടുത്തം കൊടുക്കാതെ കറങ്ങി നടന്നത്. കള്ളനെ കണ്ടെത്താൻ പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഒടുവിൽ ബൈക്ക് കള്ളനെ പൊക്കുകയും ചെയ്തു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ കൃഷ്ണൻകുട്ടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തെക്കേ റോഡിൽ വെച്ചിരുന്ന തൃശൂർ മാപ്രാണം സ്വദേശി റോയ് പോളിന്റെ ഇരുചക്ര വാഹനം വാടാനംകുറിശി ഫോറസ്റ്റ് ഓഫീസിന് പരിസരത്ത് നിന്ന് കുളപ്പുള്ളി കണയം സ്വദേശി രാജന്റെ വാഹനം, വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് വെച്ചിരുന്ന ഉനേസിന്റെ വാഹനം എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇവരുടെ പരാതികളെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 100-ലധികം CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. മോഷ്ടിച്ച 3 വാഹനങ്ങളും പ്രതി പഴയ മാർക്കറ്റിൽ പൊളിച്ചുവിറ്റതായി പോലീസ് കണ്ടെത്തി. സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കൃഷ്ണൻകുട്ടിയെന്ന് പോലീസ് പറഞ്ഞു.
ബൈക്കുകളുടെ ലോക്ക് പൊട്ടിച്ച് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതാണ് പ്രതിയുടെ രീതി. ഷൊർണൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ CI P വിഷ്ണു, SI KP അശ്വിൻ, SIമാരായ C അനിൽകുമാർ, രവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ, T സജേഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ, അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം പള്ളിക്കലാറിന്റെ തീരം വീണ്ടും ചാരായ മാഫിയയുടെ താവളമാവുകയാണ്. ശൂരനാടും പരിസര പ്രദേശങ്ങളിലും എക്സൈസ് നടത്തിയ പരിശോധനയിൽ വൻ വാറ്റ് ശേഖരം പിടികൂടി. വാറ്റാൻ പാകപ്പെടുത്തിയ കോടയും ചാരായവുമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇവർ നാളുകളായി ഈ മേഖലയിൽ ചാരായം വാറ്റുന്നുണ്ടെന്നാണ് സൂചന. $35 ലിറ്റർ വീതം കൊള്ളുന്ന 6 കന്നാസുകളിലായാണ് ചാരായവും കോടയും സൂക്ഷിച്ചിരുന്നത്. 210 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവുമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ശൂരനാട് വടക്ക് ഇടപ്പനയത്ത് പള്ളിക്കലാറിൽ നിന്നാണ് കോടയും ചാരായവും കണ്ടെത്തിയത്. വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് ബിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രദേശത്ത് വാറ്റുചാരായ മാഫിയ പിടിമുറുക്കിയതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്നായിരുന്നു റെയ്ഡ്. പ്രതികളെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചതായാണ് സൂചന. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ഒളവണ്ണയിൽ യുവാവ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ. 4 വർഷമായി ഒരു യുവതിക്കൊപ്പം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വയനാട് വൈത്തിരി സ്വദേശി അഭിഷേകാണ് മരിച്ചത്. സംഭവത്തിൽ പന്തിരാങ്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ജാഫർ കോളനിയിൽ 3 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. വാഴക്കാട് സ്വദേശി ബഷീറിനെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജ്വല്ലറി കൊള്ളയടിക്കാൻ കവർച്ച സംഘം നടത്തിയ ശ്രമം കടയിലെ ജീവനക്കാർ പരാജയപ്പെടുത്തി. ഹിരാവാഡിയിലുള്ള ന്യൂ സമൃദ്ധി ജ്വല്ലേഴ്സിൽ തോക്കുമായെത്തിയ 4 അംഗ സംഘത്തെയാണ് പ്രതിരോധിച്ചത്. ഓടി രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. സ്വന്തം താല്പര്യങ്ങൾക്കും സന്തോഷത്തിനും മാത്രം മുൻഗണന നൽകുന്ന ചില സ്വാർത്ഥരായ മനുഷ്യരെ കണ്ടിട്ടില്ലേ? മറ്റുള്ളവരുടെ വികാരങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ മാനിക്കാതെ സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ് പലപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏത് സാഹചര്യത്തിലും തങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് മാത്രമേ അവർ ചിന്തിക്കൂ. മറ്റുള്ളവരുടെ വേദനകളെയോ പ്രയാസങ്ങളെയോ മനസ്സിലാക്കാനും അത് പങ്കുവെക്കാനും ഇവർ തയ്യാറല്ല. ആരോടും വിട്ടുവീഴ്ചയും ചെയ്യില്ല. തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ അംഗീകരിക്കാനും മടി കാണിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് സമാധാനത്തിനും സന്തോഷത്തിനും നല്ലത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.